പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തുക ഇതാ ടേക്ക് ഓഫിലെ സമീറ, ചാർലിയിലെ ടെസ്സ, അല്ലെങ്കിൽ ഇന്ന് നിന്നെ മൊയ്തീനിലെ കാഞ്ചനമാല. ഇങ്ങനെയൊന്നും പാർവതി പരിചയപ്പെടുത്താൻ പറ്റില്ല. കാരണം ഏതോ ഒരു അളവുകോലിൽ ഒരു പടി മുന്നിൽ പാർവതി എന്ന നടി നിൽക്കുന്നുണ്ട്. ഇസ് ദാറ്റ് എ ബെയിൻ ഓർ എ ബോൺ? I don't know actually. I think it depends. എൻ്റെ ആഗ്രഹം പാർവതി എന്ന് പറഞ്ഞ നടി ഒരു ട്രാൻസിയൻറ്റ് ബീയിങ് ആയിട്ട് ഇങ്ങനെ ഷി നീഡ്സ് ടു ബി ലൈക്ക് ദ ജെല്ലി ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് ദ ക്യാരക്ടേഴ്സ്. അത് മാത്രമേ എൻ്റെ ജോലി ഉള്ളൂ എന്ന് വിചാരിക്കുന്നതാണ്. യു ലൈക്ക് ബീങ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി, യു നോ, ദാറ്റ്സ് ഇറ്റ്, ദാറ്റ്സ് ഓൾ ഐ നീഡ്. അതിൽ ഉപരി എനിക്ക് പാർവതി എന്ന് പറഞ്ഞ വ്യക്തിയോല് ഐ ഓൾവേസ് ടോൾഡ് ദിസ് ആൻഡ് ഇറ്റ് ജസ്റ്റ് ഐ ഹോപ്പ് ഇതിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോകരുതെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഐ ഓൾവേസ് ഫെൽ ദാറ്റ് ഇറ്റ് ഹാസ് ടു ബി ടെസ്സ, ഇറ്റ് ഹാസ് ടു ബി ചാർലി. യു നോ, ദർ വാസ് എ ടൈം ഇപ്പം മൊയ്തീനും ടെസ്സയൊക്കെ ഒരുപാട് ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടും സമീറ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ടും ആൾക്കാർക്ക് കുറേയും കൂടെ പാർവതി എന്നുള്ളത് അറിയാം. പക്ഷേ സിറ്റി ഓഫ് ഗോഡ് ഒക്കെ റിലീസാവുന്ന സമയത്ത് ദേ ഡിഡ്ന്റ് നോ ഹു ഐ വാസ്. പക്ഷേ ദേ വുഡ് സ്റ്റിൽ ടോക്ക് അബൌട്ട് അതിൽ ആ മരതകം എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത കുട്ടി നല്ലോണം ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഐ യൂസ് ടു ഫീൽ സോ ഗുഡ്. ഐ വാസ് ലൈക്ക് യെസ് പ്ലീസ്, യു ഡോണ്ട് നീഡ് ടു നോ മൈ നെയിം, ഓൾ യു നീഡ് ടു സേ ഇസ് ദാറ്റ് ആ ക്യാരക്ടർ നല്ലോണം വന്നിട്ടുണ്ട് എന്നുള്ളത്. സോ ഐ തിങ്ക് ഇറ്റ്സ് എ ബൂൺ ഫോർ മീ ഇഫ് പീപ്പിൾ ഡോണ്ട് റിയലി കെയർ അബൌട്ട് മീ. ഹാറ്റ്സ് ഓഫ് ടു ടേക്ക് ഓഫ് ടീം എഗെയിൻ, ഐ ഷുഡ് സേ ദാറ്റ്. അതൊരു ഇപ്പോഴും അത് നടക്കുന്നൊരു വിഷയമാണ്. ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വരുമ്പോൾ സിനിമ കുറച്ചുകൂടി മഹത്തരമാകുന്നുണ്ട്. അബ്സല്യൂട്ട്ലി. ഒരു സിനിമേൻ്റെ അടിസ്ഥാനം എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണെങ്കിലും എന്ത് കഥയാണെങ്കിലും, നമ്മളിപ്പം തിരക്കഥ മാത്രമല്ല സാധാരണ കഥകളാണെങ്കിലും നോവൽസ് ആണെങ്കിലും, ഇറ്റ് കംസ് ഫ്രം ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ പെർസ്പെക്റ്റീവാണ്. ഇപ്പം ഞാൻ ചിന്തിക്കുന്ന പോലെയും താങ്കൾ ചിന്തിക്കുന്ന പോലെയും ഇപ്പം ഞാൻ കാണുന്ന പോലെ അല്ലല്ലോ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത്. സോ ഫ്രം എ മേക്കേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ഇങ്ങനെയാണ് സംഭവങ്ങൾ എന്ന് ഞാൻ വീക്ഷിക്കുന്നു, നിങ്ങളൊന്ന് നോക്കൂ. സോ ദർ ആർ പീപ്പിൾ ഹു ക്യാൻ റിലേറ്റ് ടു ഇറ്റ്. ചിലവർക്ക് അത് ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. പക്ഷേ ദാറ്റ് ഈസ് ദ റീസൺ വൈ വി പുട്ട് ഇറ്റ് ഔട്ട് ദെയർ. നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കലയുടെ ഒരു മെയിൻ ഉദ്ദേശം തന്നെ. ടു മേക്ക് യു തിങ്ക്, ടു മേക്ക് യു ഫീൽ, ടു മേക്ക് യു ഹ്യൂമൻ അഗൈൻ. ദാറ്റ് ഈസ് വൈ വി ഡു ആർട്ട്. ആർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ക്യാൻ യു ഇമാജിൻ എ ലൈഫ് വെയർ നമ്മൾ ലൈഫുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ചിന്തിക്കലോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു എന്താ പറയുക ഫീലിങ്ങോ ഇല്ലാതെ ജീവിച്ചു പോകുക എന്ന് പറയുന്നത് ഇറ്റ്സ് basically what's happening these days with technology. A lot of people are not feeling anymore. ഇപ്പോൾ ചാർലി ആണെങ്കിൽ അല്ലെങ്കിൽ എന്ന് നിന്റെ മൊയ്തീനാണെങ്കിൽ അത് കലയാണ്, കുറച്ചും കൂടെ ഫിക്ഷനാണ്. അതാണ് ഞാൻ ചോദിച്ചത്. ടേക്ക് ഓഫ് മറ്റൊന്നാണ്. അതുകൊണ്ടാണ് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഒരല്പം കൂടെ മുകളിൽ നിർത്തുന്നത്. ഫോർ മീ ടേക്ക് ഓഫ് ഹാസ് ടേക്ക് ഓഫിനൊരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് ഉണ്ട് അതിൽ. അത് ഇൻ നോ വേ ഇസ് എ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ആസ് സച്ച്. പക്ഷെ കമ്മിറ്റ്മെൻറ്റ് വരുന്നത് ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ സിനിമ ഇസ് എ ട്രൂ മൂവി അബൌട്ട് എ വുമൻസ് ലൈഫ്. അതിൽ നമ്മൾ ഫെമിനിസത്തിനെ പറ്റിയിട്ട് വാദിച്ച് നടക്കുന്നില്ല. ബട്ട് വി ആർ ഷോയിങ് എ വുമൻസ് ലൈഫ്. അങ്ങനെ കാണിക്കുന്നതിൽ തന്നെ ഒരു ഫെമിനിസം ഉണ്ട്. ദാറ്റ് ഈസ് വാട്ട് വി ഹോപ്പ് ഫോർ ഓൾസോ. സമീറയുടെ ലൈഫിൽ സമീറ ജഗിൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ സിനിമയിൽ ആകെ ഒരു ഡയലോഗിൽ മാത്രമേ സമീറ പറയുന്നുള്ളൂ. എത്ര കാലമാണ് ഞാൻ ഓരോ ആണിനെയും പേടിച്ച് നിൽക്കേണ്ടത്. അതായത് എൻ്റെ അച്ഛനെ, എൻ്റെ മുൻ ഭർത്താവിനെ, എൻ്റെ മകനെ. And now who else am I have to at every stage. ഞാൻ പറയുന്നത് ഇതൊരു ജനറലൈസേഷൻ അല്ല. നമുക്ക് ഇപ്പം ഭർത്താക്കന്മാരെയും അച്ഛന്മാരെയും അമ്മയച്ഛന്മാരെയും ഒക്കെ ഇഷ്ടപ്പെടുന്നതും അവരും തമ്മിൽ നല്ല റിലേഷൻസുള്ള സ്ത്രീകളുണ്ട്, അങ്ങനെ ഇല്ലയെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു ഭൂരിപക്ഷം ജനവിഭാഗം അങ്ങനെയല്ല. അതിലുള്ള ഞാൻ ജനങ്ങൾ തന്നെയാണ് പറയുന്നത്, ആണുങ്ങളെന്നും പെണ്ണുങ്ങളെന്നും തിരിക്കുന്നില്ല. ദേ ഓൾ ഹാവ് ഇഷ്യൂസ് സോ മച്ച് ദാറ്റ് ദേ ഡോണ്ട് ഹാവ് ടൈം ടു തിങ്ക് അബൌട്ട് ഇഷ്യൂസ്. അപ്പോൾ അവരുടെ ജീവിതത്തിലൊരു ക്യാമറ എടുത്ത് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ബേസിക്കലി ടേക്ക് ഓഫിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയും എനിക്ക് തോന്നിയിട്ടുള്ളത്. ചാർലി എന്നെ സംബന്ധിച്ചിടത്തോളം സ്റ്റിൽ കലയാണ്. ഇപ്പോൾ കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡസ് നോട്ട് മീൻ ഫിക്ഷൻ ഓർ ഓൺലി. എനിക്ക് ചാർലിയിലുള്ള ടെസ്സയുടെ ചിറക് വിരിച്ചിട്ടുള്ള പറക്കൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർക്ക് ഒരു ആസ്പിറേഷണൽ വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ്. ലിവ് ലൈക്ക് ദാറ്റ്. തുറന്ന് സ്നേഹിക്കൂ, തുറന്ന് അനുഭവിക്കൂ ജീവിതത്തെ എന്ന് പറയുന്നതാണ്. മൊയ്തീനിൽ നടന്നിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ ഒരുപാട് വന്നിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കാഞ്ചന ചേച്ചി ഇപ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് നോക്കൂ. ലൈക്ക് അറ്റ് ദാറ്റ് പോയിൻറ്റ് അത്രയും പരിമിതികൾ ഉണ്ടായിട്ടും ഷീ സ്റ്റക്ക് ഓൺ ടു ഹെർ ലവ്. പക്ഷേ ഷീ ഈസ് ഓൾസോ ഡൂയിങ് ഹെർ ജോബ്. ഇപ്പോഴും മുക്കത്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ബസ് എടുത്ത്
ഡൊണേഷൻസിന് പിരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട് ചേച്ചി. ആൻഡ് ദാറ്റ്സ് പാസ്റ്റ് 75 years old. സോ ഓൾ ഓഫ് ദെം ആർ സോഷ്യലി റെലവൻറ്റ് ഫോർ മീ. ഇറാഖ് പോലത്തെ ഒരു സ്ഥലത്ത് നിന്ന് നഴ്സുമാർ തിരിച്ചു വന്നിട്ട് പോലും ഇത്രയും വലിയ വിഷയമുണ്ടായിട്ട് പോലും ആ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ ഞങ്ങളുടെ ജോലിക്ക് ആ മതിപ്പല്ല നാട്ടിൽ കിട്ടുന്നത്, ആ മതിപ്പ് കൂടിയിട്ടില്ല, ആ സാലറി ₹1 പോലും കൂടിയിട്ടില്ല, അസോസിയേഷനിൽ പോലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല. സംസാരിക്കുന്നത് ഇപ്പോഴും ഓക്കെ ടേക്ക് ഓഫിനെ കുറിച്ചാണ്, സമീറയെക്കുറിച്ചാണ്, പാർവതിയെക്കുറിച്ചാണ്, മഹേഷ് നാരായണനെ കുറിച്ചാണ്. അതിലൊരു കോൺട്രാഡിക്ടറി ഫീൽ. ആബ്സല്യൂട്ട്ലി. സിനിമ എന്ന് പറഞ്ഞിട്ടുള്ളത് there are a lot of movies. ഇപ്പം ട്രാഫിക് എന്ന് പറഞ്ഞ ഫിലിം, ആൻഡ് this is a great place to speak about it also because രാജേഷ് made it. ആൻഡ് അത് കഴിഞ്ഞിട്ട് ദേവിക എന്ന് പറഞ്ഞ കുട്ടിയുടെ കാലറ്റം മുറിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമയിൽ നടന്ന പോലെ തന്നെ അഗെയിൻസ്റ്റ് ടൈം, അഗെയിൻസ്റ്റ് ട്രാഫിക് നമ്മുടെ കൊച്ചി പോലീസിൽ എല്ലാവരും കൂടെ ചേർന്നിട്ട് കാല് കറക്റ്റ് ടൈമിന് എത്തിച്ചിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. നൗ ദിസ് വെൻ ദ ന്യൂസ് പേപ്പറിൽ വന്ന സമയത്ത് ഞാൻ വായിക്കുന്നത് ട്രാഫിക് എന്ന സിനിമയിൽ അതേപോലെയാണ് നടന്നിരിക്കുന്നത്. ദ തിങ് ഈസ്, ട്രാഫിക് എന്ന് പറഞ്ഞ ഫിലിമിൽ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുണ്ട് ആൾക്കാരെ. അതായത് നിങ്ങൾ ഒരു യെസ് പറഞ്ഞാൽ ലോട്ട് ഓഫ് തിങ്സ് ക്യാൻ ചേഞ്ച് ഹിയർ. എത്രയോ ആൾക്കാർ അവരുടെ സബ് കോൺഷ്യസിൽ ആ മാറ്റം അവരുടെ ഉള്ളിൽ വന്നിട്ടുണ്ടാവാം എന്നുള്ളതാണ്. അതാണ് സിനിമയുടെ ശക്തി. നമ്മളൊരു എപ്പോഴും ഒരു ഇരുട്ടുമുറിയിൽ 2 മണിക്കൂർ ഒരു കൂട്ടം ജനത്തിൻ്റെ കൂടെ ഒരുമിച്ച് കരയുക, ഒരുമിച്ച് ചിരിക്കുക, ഒരുമിച്ച് എംപതി എന്ന് പറഞ്ഞിട്ടുള്ള ഫീൽ ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ വരും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഇസ് സച്ച് എ സൈക്കോളജിക്കൽ ട്രിപ്പ് ഗോയിങ് ഫോർ എ ഫിലിം. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ ഫിലിമിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗം നമ്മളും ആണെന്നുള്ളത് ഇപ്പോഴും ജനം തിരിച്ചറിയുന്നില്ല. വി ആർ തിങ്കിങ് ഗവൺമെൻറ് ഇസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി, വി ആർ എ സെപ്പറേറ്റ് എൻറ്റിറ്റി. ഒരുപാട് നേഴ്സസ് സിനിമ കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇൻഫാക്ട് പേഴ്സൺ ഹു ഓൾസോ ആക്ട്സ് ഇൻ മൂവീസ്, ഷീ വാസ് എ നേഴ്സ്. ഷീ കുഡൻറ്റ് സ്റ്റോപ്പ് ക്രൈയിങ് ബിക്കോസ് ഷീ ഈസ് ലൈക്ക്, നോ, വാട്ട് ഡു വി ഡു? ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ഓഫ് വാട്ട് ഡു വി ഡു. ജസ്റ്റ് ഡു ഇറ്റ്. വി ഹാവ് ടു ഗെറ്റ് ഡൗൺ ടു ഗ്രൗണ്ട് സീറോ. ഇപ്പം ഐ എം നോട്ട് എ നേഴ്സ് ആൻഡ് ഐ കാണ്ട്, എനിക്കൊരു വിപ്ലവം സൃഷ്ടിക്കാൻ പറ്റില്ല. പക്ഷേ ഓൾ ഐ ക്യാൻ സേ ഈസ് ദാറ്റ് we see you, we salute you, but please get on the road and get your rights. Do it. നേരത്തെ പറഞ്ഞ ആൾക്കൂട്ടത്തിൻ്റെ എമ്പതിയെക്കുറിച്ചിട്ട്, ആൾക്കൂട്ടത്തെ ഒരുമിച്ച് ചെയ്യുന്നൊരു ഫീലിങ്സ്. പക്ഷെ അത്തരം ആ ഒരുമിച്ചുള്ള ആ ഫീലിങ്സ് അല്ലെങ്കിൽ ആ എമ്പതിയിൽ നിന്ന് അല്പം മാറി നിൽക്കുന്ന ആളാണ് പാർവതി എന്ന വ്യക്തി. ഒരു എക്സ്ക്ലൂസീവ് ബ്രാൻഡിങ് അതിനകത്ത് സംഭവിക്കുന്നുണ്ട്. ആൾക്കൂട്ടങ്ങളില്ല, മീഡിയയുടെ ഹൈപ്പുകളിലില്ല. See, empathy is a completely different thing and stardom is a completely different thing. And for me, stardom comes in the way of my acting. കാര്യം ഞാൻ എപ്പോഴാണോ ഒരു ബിക്കോസ് ആൾക്കൂട്ടങ്ങളിൽ കൂടുതൽ പോകുമ്പം, ഞാൻ ആൾക്കൂട്ടങ്ങളിൽ ഉണ്ടാവാറുണ്ട്, ബട്ട് അത് ഞാൻ എൻ്റെ ജീവിതം ജീവിക്കുമ്പോഴാണ്. ഞാൻ എൻ്റെ വീട്ടു സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പം, അല്ലെങ്കിൽ തുണിക്കടകളിൽ പോകുമ്പം, അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് പെട്രോൾ അടിക്കാൻ പോകുന്ന സമയത്ത്, ദാറ്റ് ഈസ് വെയർ ഐ എം ഇൻ ബിറ്റ്വീൻ, യുനോ. ആൾക്കൂട്ടത്തിൽ സമൂഹത്തിൻ്റെ ഭാഗമായി, സമൂഹത്തിൻ്റെ ഒരു കണ്ണിയായി, ഒരു ആക്റ്റീവ് സിറ്റിസണായി ഐ എം ദെയർ. ബട്ട് ആസ് എൻ ആർട്ടിസ്റ്റ് മൈ ജോബ് ഇസ് ടു സ്റ്റേ ബിഹൈൻഡ് ആൻഡ് പെർഫോം ആസ് എ ക്യാരക്ടർ. ദാറ്റ്സ് ഇറ്റ്. ആ ഒരു വേർതിരിവ് എനിക്ക് നല്ലപോലെ എൻ്റെ മനസ്സിലുണ്ട്. സോ ചില സമയങ്ങളിൽ പബ്ലിക്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലേ ആൾക്കാരെ ഓർത്ത് നിൽക്കുള്ളൂ. ഐ ഓൾവേസ് ഫൈൻഡ് ദാറ്റ് വെരി കോൺട്രഡിക്ടറി. ഐ വാസ് ലൈക്ക്, ആൾക്കാരെ എന്നെ അല്ല ഓർത്ത് നിൽക്കേണ്ടത്. ദേ ഷുഡ് ഫൊഗെറ്റ് മീ നൗ. ഇൻഫാക്ട് ആഫ്റ്റർ സമീറ ഐ ഹോപ്പ് ദേ വിൽ ഫൊഗെറ്റ് മീ ആൻഡ് സമീറ നിൽക്കും ടിൽ another character comes and they'll be like, okay, who is Tara? Who is this person? You know, or another character's name. That is where I feel like I'm winning a little, because if they can see Tessa and Samira are not the same person, hallelujah, that's it. പക്ഷേ അതിൻ്റെ ഇടയിൽ എംപതി എന്ന് പറഞ്ഞ കാര്യം വരികയാണെങ്കിൽ, ആസ് എ സിറ്റിസൺ you will always find me on the road. You will always find me ground zeroയിൽ to fight for rights, to support people who are in need of help. ഞാൻ എപ്പോഴും ഉണ്ടാകും, ബട്ട് നോട്ട് ആസ് ജസ്റ്റ് ആസ് എൻ ആർട്ടിസ്റ്റ്. ഇൻട്രോവേർട്ട് എന്ന ഡെഫിനിഷൻ ഞാൻ അത് അറിയില്ല. അതൊരു പക്ഷേ ഒരുപാട് റിലേറ്റ്സ്, ഡിപ്പെൻഡ്സ്, അങ്ങനെയാണോ? ഐ എം 50-50. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഐ എം എ correct on the dot 50% introvert and on the dot 50% extrovert. I love meeting people, I love traveling, I love going out and having fun. But at the same time, അതേ അളവിൽ ഞാൻ വീട്ടിൽ ആരോടും സംസാരിക്കാതെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് തന്നെ ഗ്രോസറീസ് കഴിയുമ്പം ഇനി വാങ്ങിക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുറത്തിറങ്ങുന്നത്. സെക്യൂരിറ്റി ഗാർഡ് ഇസ് ലൈക്ക്, യു മാഡം ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ തരാത്തത് മാഡം ഇല്ലയെന്ന് വിചാരിച്ചിട്ടാണ്. പുതിയ കാലഘട്ടത്തിലെ സ്ത്രീകളെ അടയാളപ്പെടുത്തുന്നതാണ് പാർവതിയുടെ
പല സിനിമകളും ചാർലിയിൽ അടക്കം പുതിയ കാലഘട്ടത്തിലെ സ്ത്രീ അങ്ങനെയല്ല, അതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്, അവർ ആൾക്കൂട്ടത്തിനകത്താണ്. നമ്മൾ ജനറലൈസേഷൻ ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു രീതിയിലും വെൻ പീപ്പിൾ ആസ്ക് മീ is things have changed for women, I'm like no, they haven't. So it's like a tiny little 0.1% ഒരു ചെറിയൊരു ഷിഫ്റ്റേ നടന്നിട്ടുള്ളൂ. ഒരു കോർ ഷിഫ്റ്റ് നടക്കണമെങ്കിൽ, കോർ ഷിഫ്റ്റ് ടു സംതിങ് ദാറ്റ്സ് റൈറ്റ് നടക്കണമെങ്കിൽ ടേക്ക് ഓഫ് പോലത്തെയോ അല്ലെങ്കിൽ ടെസ പോലത്തെയോ ക്യാരക്ടേഴ്സും സിനിമകളും കഥകളും കൺസിസ്റ്റൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കണം. വി നീഡ് അത് കൂടുതലും, അതായത് റിഗ്രസീവായിട്ടും ഷോവനിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമകൾ കുറയും വേണം. ആ ഗ്രാഫിലൊരു ഷിഫ്റ്റ് വരാതെ ഐ ഡോണ്ട് തിങ്ക് അറ്റ്ലീസ്റ്റ് ആസ് ഫ്രം എ മൂവീസ് പെർസ്പെക്റ്റീവ് സിനിമകൾ ഒരു ഭാഗം മാത്രമേ ചെയ്യുന്നുള്ളൂ സമൂഹത്തിൽ. ബാക്കി പല രീതിയിലും നമ്മൾ ജീവിതത്തിൽ തന്നെ വി ഹാവ് ടു ബ്രിങ് ഇൻ എ ഡിസിപ്ലിൻ in a way that no, we are not going to be sexually harassed anymore. No, we are not going to put up with that. If somebody comments on how big I have gotten and how good that looks, I have to make a decision that workplace il njan angane oru aanu ennodu parayanengil I will not take it. Penn angane parayanengilum I will not take it for that matter. So ingante തീരുമാനം from a day to day life il vannal മാത്രമേ ഒരു ഫുൾ ഷിഫ്റ്റ് നമ്മുടെ മോഡേൺ വുമൺ എന്നുള്ളതിലും അല്ലെങ്കിൽ മോഡേൺ ലൈഫിലും മാറ്റം വരുള്ളൂ. പക്ഷേ 1% കൂടുതൽ ഷിഫ്റ്റ് ഇല്ലേ? സിനിമ ഒരു പൊതു ഇടമാണ്, ഒരു പക്ഷേ സംസാരിക്കുന്ന സ്ത്രീ, അതിനകത്ത് മീഡിയയിൽ സംഭവിക്കുന്ന ആ ഒരു ഫ്രീഡം, രാത്രി കാലങ്ങൾ അന്യമായിരുന്ന ഒരു രാത്രി കാലങ്ങളിലെ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ഒരു പക്ഷേ എല്ലാവർക്കും ഒന്നുമല്ല എങ്കിലും കുറേയൊക്കെ ആ ഒരു ട്രാൻസിഷൻ പീരീഡ് ഫീൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് എൻ്റെ ജീവിതത്തിൽ മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഐ ഡോണ്ട് നോ ഹൗ അത് എത്രത്തോളം പെർസെൻറ്റേജ് സ്ത്രീകളിൽ അതുണ്ട് എന്നുള്ളത്. സോ ഇഫ് ഐ എം ദ വേ ഐ ആം, ഞാൻ ആർക്കും വേണ്ടിയല്ല ജീവിക്കുന്നത്, ഐ എം ജസ്റ്റ് ബീയിങ് ഓണസ്റ്റ് ടു മൈ സെൽഫ്. ബട്ട് ഇഫ് എ ഫ്യൂ ഗേൾസ് ക്യാൻ സീ മീ ആൻഡ് എന്നെ കണ്ട് അങ്ങനെ ആ ഒരു പേടിയില്ലാത്ത ജീവിതത്തിലേക്കുള്ള ഒരു ജേർണി തുടങ്ങാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ ദേ ഷുഡ് ബി ഡൂയിങ് ദാറ്റ്. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ ടേക്ക് ഓഫിൻ്റെ ടീമുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു സ്റ്റേജ് പണിഞ്ഞിട്ട് അവിടെ ഒരു മെയിൻ ജംഗ്ഷനിലാണ്. സോ യു ക്യാൻ സീ ദ എൻറ്റയർ ക്രൗഡ് അവിടെ ഇങ്ങനെ മുഴുവൻ ആ ട്രാഫിക്കൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വലിയൊരു ഐലൻഡ് പോലെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നോട്ട് എ സിംഗിൾ വുമൺ, എല്ലാം ആണുങ്ങളാണ്. സോ ഐ വാസ് ജസ്റ്റ് ട്രൈങ് ടു ഫൈൻഡ് വൺ വുമൺ, പ്ലീസ് വൺ വുമൺ ഷുഡ് ബി സ്റ്റാൻഡിങ് ദർ. ഉണ്ട്, അങ്ങ് ദൂരെ ഒരു പ്ലാസ്റ്റിക് കവറും പിടിച്ചിട്ട് ഒരു ആൻറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. സിനിമയിൽ ഇപ്പം പറഞ്ഞ പോലെ കുറച്ചും കൂടെ അധികം റോൾസ് വരുന്നു എന്ന് പറയുമ്പോൾ എന്ത് റോൾസ് നമ്മുടെ സമൂഹം ആഘോഷിക്കുന്നുണ്ട്? ടെസ്സേക്കാൾ കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന റോളുകൾ ലിച്ചി, മലർമിസ്, അല്ലെങ്കിൽ ഒരു പക്ഷേ കാഞ്ചനമാല, അങ്ങനത്തെ ചില റോളുകളാണ്. അത് കൺവെൻഷനാണ്. ടേക്ക് ഓഫിലുള്ള സമീറ എന്ന് പറഞ്ഞ ക്യാരക്ടർ എൻ്റെ ഫ്രണ്ട് ഒരു പ്ലേ റൈറ്റാണ്. ഷീ സെഡ് ജാക്ക് ഫ്രൂട്ട് പോലെയാണ്, പുറത്ത് മുഴുവൻ സ്പൈക്സ്, അകത്ത് നല്ല സ്വീറ്റ്, അങ്ങനെയാണ്. ആൻഡ് ദേ ഹാവ് ടു ഹാവ് ദറ്റ് എക്സ്റ്റീരിയർ അങ്ങനത്തെ ക്യാരക്ടേഴ്സിന്. നമ്മുടെ പേടി എന്ന് പറഞ്ഞാൽ പലവരും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹേഷിനോടും, ഈ പെൺകുട്ടിയുടെ ലൈക്കബിലിറ്റി കുറച്ച് കുറവാണ്, ലൈക്കബിലിറ്റി കുറവാണ്. ആൻഡ് വി കെപ്റ്റ് തിങ്കിങ് വൈ ഈസ് ഷീ നോട്ട് ലൈക്കബിൾ? മീൻസ് ലൈക്ക് അല്ല, ഒരു സ്ത്രീ ഇങ്ങനെ കുട്ടിയായിട്ട് വെച്ച് പോകുന്നു, അത് ചെയ്യുന്നു. ആൻഡ് ഐ എം തിങ്കിങ് ഇൻ മൈ ഹെഡ് ദാറ്റ്സ് എ മാൻ സ്പീക്കിംഗ്. ഇതേ സംഭവം ആണാണ് ചെയ്യുന്നെങ്കിൽ ഓ ഹി ഹാസ് ടു ഡു ഇറ്റ്, ലോൺ അടയ്ക്കണ്ടേ, ജോലിക്ക് പോകണ്ടേ എന്നേ പറയുള്ളൂ. ആർക്കും ഇങ്ങനത്തെ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുക? ആൻഡ് ലുക്ക് ഹൗ സമീറ ഈസ് ബീങ് ആക്സെപ്റ്റഡ്. ആൻഡ് ടെസ്സയുടെ കാര്യത്തിൽ യെസ്, ടെസ്സ ഒരു റെഡ് കാർപ്പറ്റാണ് ചാർലിക്ക് നടക്കാൻ വേണ്ടിയിട്ട്, ലൈക്ക് ടെക്നിക്കലി സ്പീക്കിംഗ് ദാറ്റ്സ് വാട്ട് ഷീ ഈസ്. ബട്ട് ഞാൻ മഹേഷിനോട് പറയുമായിരുന്നു, ടെസ്സയ്ക്ക് പകരം ഒരു ആണായിരുന്നെങ്കിൽ, ഇമാജിൻ എ മൂവി ലൈക്ക് ഫൈറ്റ് ക്ലബ്, ലൈക്ക് എഡ്വേർഡ് നോർട്ടൺ, ബ്രാഡ് പിറ്റ് പോലെ. എഡ്വേർഡ് നോർട്ടനാണ് ചാർലീൻ്റെ വീട്ടിൽ താമസിക്കാൻ വരുന്നത്. ബ്രാഡ് പിറ്റ് എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് ഒബ്സെസ്ഡ് ആവുന്നു. ആൻഡ് ഹി സേസ് ഐ വോണ്ട് ടു ബി ലൈക്ക് ഹിം. ഇറ്റ് വുഡ് ബീൻ ക്വൈറ്റ് ദ സെയിം ഫിലിം. അതിൽ പ്രണയം എന്നുള്ളൊരു സാധനം മാറ്റിയാൽ മാത്രം മതി. ഇറ്റ് വുഡ് ബി അബൌട്ട് ടു മെൻ ബോണ്ടിങ് ആൻഡ് ആസ്പിറേഷണൽ വാല്യൂ. തുറന്ന് ജീവിക്കാൻ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റു വ്യക്തി പഠിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടോ ടെസ്സ ഈസ് നോട്ട് എ വുമൻ, ബട്ട് ടെസ്സ ഹാപ്പൻ ടു ബി എ വുമൻ ബിക്കോസ് ദാറ്റ്സ് ഹൗ ദ മേക്കേഴ്സ് thought about it. എനിക്കിപ്പോഴും തോന്നുന്നില്ല ടെസ്സ is mad. We need a heroine. We need a heroine. I am tired of love stories. That is why Samira's story is beautiful for me, because she does fall in love, but it's not a love story. പ്രണയം സ്ത്രീയുടെ വില ഇടിക്കുന്നുണ്ടോ? കുറച്ച് ഇടിക്കുന്നതല്ല, പ്രണയം ഉണ്ടെങ്കിൽ ഒരു സ്ത്രീ ആവുന്നുള്ളൂ എന്നുള്ളൊരു സംഭവം വരുന്നുണ്ട്.
Like, how can there be a woman who is not in love or loved? Like, I am not in love right now. Does that make me less of a woman? I don't know. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമായിട്ട് വി ക്യാൻ നെവർ സ്പീക്ക് ടു ദം സംടൈംസ്. ഇത്തരം റിയാലിറ്റിയും റിയലിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഡൈനാമിക്സ് ഒക്കെ നമ്മുടെ സിനിമയിൽ പണ്ടുണ്ടായിരുന്നു. പഞ്ചാഗ്നി അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ തന്നെ ഏതിങ്ങനത്തെ പടങ്ങളിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡൈനാമിക്സ് ആണ്. പറഞ്ഞു പക്ഷെ പറഞ്ഞില്ല എന്നുള്ള പോലത്തെ പല കാര്യങ്ങൾ. അതിലേക്ക് മലയാളം സിനിമ തുടങ്ങിയത് അവിടെയാണ്, നിലനിൽക്കുന്നത് അവിടെയായിരുന്നു, ഫ്ലറിഷ് ചെയ്തത് അവിടെയായിരുന്നു. ബട്ട് നൗ ഇറ്റ്സ് ഓൾ അബൌട്ട് സ്പൂൺ ഫീഡിങ്. ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെയും അത്തരം സിനിമകൾ കണ്ടാണ് ഞാൻ വളർന്നത്. എൻ്റെ പ്യൂബർട്ടി കഴിഞ്ഞിട്ട് when I was becoming a woman or more of a aroused as a gender, I was like, oh, this is what love is, being loved by a man or falling in love is all that matters. So for years it was important to get a boyfriend. ഒരുപാട് കാലം എനിക്ക് ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞൊരാളുണ്ടാവണ്ടേ. 14 വയസ്സ് കഴിഞ്ഞല്ലോ, 15 വയസ്സായല്ലോ. അപ്പോൾ ഒരാൾ ക്രഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഫോക്കസ് ഇസ് ഓക്കെ, മേ ബി ഇസ് ദിസ് ദ ഗൈ ഫോർ ലൈഫ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നടക്കുന്നു, മൊഹബത്തേനിലെ പാട്ട് പോകുന്നു. ഓൾ ദീസ് യഷ്രാജ് ഫിലിംസ് യൂസ് ടു റൂൾ മീ. ഇറ്റ്സ് ഓൺലി വെൻ ഐ ബിക്കെയിം എൻ അഡൾട്ട് ഒരു ഹാമർ തലയിൽ വീഴുന്ന പോലെ ലൈഫ് എന്താണെന്ന് മനസ്സിലായി തുടങ്ങിയപ്പോഴാണ് ഐ റിയലൈസ്ഡ് ദാറ്റ്സ് സിനിമ പോലെ അല്ല ജീവിതം എന്നുള്ളത്. ബട്ട് ഐ വിഷ് ഞാൻ വളർന്നുകൊണ്ടിരുന്ന സമയത്ത് I wish I had seen realistic films. Would you come home? ഞാൻ ജോലിയെടുത്ത് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ എനിക്ക് വെച്ചോളം മന്നി വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ, ഐ വുഡ് ലവ് ടു മേക്ക് ഫുഡ് ബട്ട് ഇഫ് ഐ എം ടയേർഡ് യു മൈറ്റ് ഹാവ് ടു കുക്ക് എന്ന് പറയുന്ന ഒരു ഹീറോയിൻ ഇല്ല. ദ തിങ് ഈസ്, ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കളിൽ പലവരും ജോലിക്ക് പോയി തിരിച്ചു വരുമ്പം വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും ചോദിക്കുന്ന മോളെ ഭക്ഷണം ഉണ്ടാക്കിയേക്കണേന്നാ. ആൻഡ് ഷീ ഈസ് ലൈക്ക് ഐ വാസ് സ്റ്റാൻഡിങ് ഓൾ ഡേ അമ്മ, എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ they think that's blasphemous that she's saying no to making food. Thank you to all those movies. വിനായകനെ പോലെ, അതായത് ആ രീതിയിലുള്ള ഒരു പക്ഷേ ആ സവർണ്ണ ശരീരം ഉദ്ഘോഷിക്കുന്ന ചില നോംസിന് പുറത്തു നിന്നുകൊണ്ട് ഒരു സ്ത്രീയെ മലയാള സിനിമ അംഗീകരിക്കും. I would like for that to happen. ഇപ്പം മഹേഷിൻ്റെ പ്രതികാരത്തിലും അങ്ങനത്തെ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ലൈക്ക് the women in those films are so real. ഇപ്പം I find it to be not a great thing that I have fairer skin than usual. ബിക്കോസ് അത് എന്നെ സ്റ്റോപ്പ് ചെയ്യാമായിരിക്കും. പക്ഷേ ഞാൻ പൂവെന്ന് പറഞ്ഞ ഫിലിമിൽ മാരിയെന്നും അല്ലെങ്കിൽ മരതകം ആയിട്ടും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ ലിറ്ററലി വെയിലിൻ്റെ അടിയിൽ നിന്നിട്ട് ടാൻ ആയിട്ടുണ്ട്. ഐ വുഡ് ലൈക്ക് ഫോർ ഡാർക്ക് സ്കിൻഡ് ആക്ടേഴ്സ് ടു ബി പാർട്ട് ഓഫ് അവർ ഫിലിം. ഇപ്പോൾ നമ്മൾ പുറത്തുള്ള ആൾക്കാരെ പറ്റി പറയുമോ, ഹോളിവുഡിൽ പോലും റേസിസം ഇൻ മൂവീസ് എന്ന് പറയുന്നു. ലുക്ക് അറ്റ് ആ മൂവി, എല്ലാവരും ഫെയർനെസ് സ്ക്രീൻ, ഫെയർനെസ് നന്നോ. ദാറ്റ് ഈസ് വൈ ഐ ഡോണ്ട് ലൈക്ക് മേക്കപ്പ്. നൗ ഐ ലൈക്ക് വെയറിങ് കാജൽ ആൻഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ലിപ്സ്റ്റിക് ആൻഡ് യെസ്, പക്ഷേ ഐ ഡോണ്ട് ലൈക്ക് മേക്കിംഗ് ഇറ്റ് സ്മൂതർ. എൻ്റെ ഇതിനകത്തുള്ള ഇവിടെയുള്ള കുറച്ച് എക്സ്ട്രാ താടി രോമോ അല്ലെങ്കിൽ പിമ്പിൾ ഇസ് മീ, ഹൗ ഐ ആം റൈറ്റ് നൗ. ആൻഡ് എനിക്ക് പെൺകുട്ടികൾ എസ്പെഷ്യലി ഐ വോണ്ട് യു ടു സീ മീ ലൈക്ക് ദിസ്, ആൻഡ് ഇഫ് യു ലൈക്ക് മീ പ്ലീസ് ലൈക്ക് യുവർ സെൽഫ് ലൈക്ക് ദാറ്റ്. ബിക്കോസ് ഇന്നഫ് ഇപ്പോഴും മാസികകളിലായാലും ഫോട്ടോഷോപ്പ് ചെയ്തിട്ടുള്ള ഇമേജസും ബോഡി ഇമേജസും മാത്രമാണ് കാണുന്നത്. ഇമാജിൻ നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ വർക്കർ ആയിട്ടുള്ളൊരു സ്ത്രീക്ക് ഒരിക്കലും അങ്ങനെ ഒരു ആസ്പിറേഷൻ വാല്യൂ ഉണ്ടാവില്ല. അങ്ങനെ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് വൈ ആർ വി കേറ്ററിങ് ഓൺലി ടു ആൻ അപ്പർ ക്രീം ഓഫ് ദ സൊസൈറ്റി വെൻ ഇറ്റ് കംസ് ടു ഫീമെയിൽ ക്യാരക്ടേഴ്സ് എസ്പെഷ്യലി. ഒരു വിനായകൻ വരുന്നു, പെട്ടെന്ന് നമ്മുടെ ഫോർട്ട് കൊച്ചി ആ ഏരിയയിലുള്ള പലവർക്കും ദേ ക്യാൻ റിലേറ്റ് ടു ഹിം ലൈക്ക് ദിസ് ആൻഡ് ഗ്രേറ്റ്, ഐ എം ഹാപ്പി. പക്ഷേ ഫോർട്ട് കൊച്ചിയിലുള്ള സ്ത്രീകളോ, ലൈംഗികത, സദാചാരം, ഒരു പക്ഷേ ചെറുപ്പകാലത്ത് നടന്ന ഒരു സെക്ഷൽ ഹാരാസ്മെൻറ്റ്, ഇതിനെക്കുറിച്ച് പാർവതി പറയുമ്പോൾ അതും ആഘോഷിക്കുന്ന ഒരു മൈനോറിറ്റി ഉണ്ട്. അതൊരു വേറെ അധോതലമാണ് ചിന്തിക്കുന്നത്. ആബ്സല്യൂട്ട്ലി. സി, ഇറ്റ്സ് എ ചോയ്സ് ഓഫ് മൈൻഡ്. ഞാൻ അതിനെപ്പറ്റി പറയാതിരുന്നാലും ദേ വിൽ ഡു ദാറ്റ്. ഞാൻ പറഞ്ഞാലും ദേ വിൽ ഡു ദാറ്റ്. സോ വൈ നോട്ട് സ്പീക്ക് അബൌട്ട് ഇറ്റ്? They will do. See, dogs will bark and they'll keep barking. Those cannot bite as long as we are out there doing our thing. ഞാൻ രാത്രി പുറത്തിറങ്ങുന്നു, അത് എൻ്റെ വീട്ടിലൊരു സാധനം വാങ്ങിക്കാൻ പുറത്തിറങ്ങുന്നു. ഐ എം സ്കെയർഡ് ഓഫ് സ്റ്റോക്കേഴ്സ്. ഐ ഹാവ് ഹാഡ് സ്റ്റോക്കേഴ്സ്. പക്ഷേ ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു സ്റ്റോപ്പ് മീ. I cannot support certain films and dialogues and certain movies that have come out. ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പടങ്ങളാണ്. ആൻഡ് ഐ എം ഷോക്ക്ഡ് ബിക്കോസ് അതിൽ പറഞ്ഞു പോകുന്നതും തമാശ എന്ന് പറഞ്ഞിട്ടും അവർ വളരെ വളരെ ലോ ലൈയിങ് ആയിട്ടുള്ള ജോക്സും ഡയലോഗ്സും പറഞ്ഞു പോകുമ്പോൾ ഐ എം ഷോക്ക്ഡ് ദാറ്റ് ആർ യു റിയലി ഫീഡിങ് അവർ സൊസൈറ്റി വിത്ത് ദിസ്? ആർ യു മേക്കിംഗ് ദം ലാഫ് ബൈ സേയിങ് ദിസ്? ആർ യു മേക്കിംഗ് ഫൺ ഓഫ് പീപ്പിൾ ഹു ഹാവ് മെൻ്റൽ ഇഷ്യൂസ്?
are you doing that really? Because do you realize what we are doing here? എന്ന് ഞാൻ ചുരുങ്ങി പോകാറുണ്ട്. Because please understand that it's a huge thing. So I, as a woman, as a person, as an artist, sometimes try to make it up by being super honest, coming on interviews and telling you, when you ask me, have I been sexually harassed by my colleagues? Yeah, I have. But I'm not saying that to avare idu cheyyano കാര്യങ്ങളോ അല്ല. I'm saying that because ഇത് റെഗുലറായിട്ട് നടക്കുന്ന സംഭവമാണ് കേട്ടോ എന്ന് ഞാൻ മറ്റുള്ള സ്ത്രീകളോട് പറയുകയാണ്. യു ആർ നോട്ട് എ മൈനോറിറ്റി, യു ആർ നോട്ട് ദി ഓൺലി പേഴ്സൺ ഹൂ ഈസ് ഗോയിങ് ത്രൂ ദിസ്. അതുകൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങി സംസാരിക്കും വേണം, കാര്യം ഞാനും ചെയ്യുന്നുണ്ട് ഇത്. വി നീഡ് ടു ബി ഓൺ ദ സെയിം ലെവൽ. ഇനി ദർ ഇസ് നോ മോർ ഹൈഡിങ്. നൗ വാട്ട് ഹാപ്പൻ ടു മൈ ഡിയർ ഫ്രണ്ട് ദാറ്റ് നൈറ്റ് ഇൻ ദ കാർ ക്യാൻ ഹാപ്പൻ ടു മീ എനി ഡേ. അത്തരം ഒരു സംഭവം നടന്നപ്പോൾ അതിൽ സമൂഹം കുറ്റപ്പെടുത്തിയത്, സമൂഹത്തെ വിട്ടുകളയാം, നമുക്ക് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട, പക്ഷേ സമൂഹം കുറ്റപ്പെടുത്തിയത് സിനിമാ മേഖലയിലുള്ളവരുടെ നിഷ്ക്രിയത്വം. ഒരു പ്രതിഷേധം നടക്കുമ്പോൾ എത്ര സ്ത്രീകൾ സംസാരിച്ചു എന്നുള്ളത് മീഡിയ ക്രിട്ടിസൈസ് ചെയ്ത കാര്യമാണ്. ഇറ്റ് വാസ് നോട്ട് അബൌട്ട് ടോക്കിംഗ് എനിമോർ. ഇറ്റ് വാസ് സീരിയസ്ലി നോട്ട് അബൌട്ട് ടോക്കിംഗ് എനിമോർ. ഞാൻ ഋഷികേശിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഐ ഗെറ്റ് ദ മെസ്സേജ് ദാറ്റ് ലാസ്റ്റ് നൈറ്റ്, അന്ന് രാത്രി തന്നെയല്ല ഞാൻ അറിഞ്ഞ, അടുത്ത ദിവസം രാവിലെ ഞാൻ അറിയുന്നത്. ആൻഡ് ഐ ഹാഡ് ടു ഗോ ആൻഡ് പെർഫോം എ വെരി ഹാപ്പി സീൻ right after hearing this, and I couldn't imagine it because എനിക്കറിയാം what it feels like to be helpless in such a situation. ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ്. Not exactly that situation, but to call out for help and not understand what's happening, and നമ്മുടെ ദേഹം ഈ ദേഹം ആയതുകൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കപ്പെടുക, എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുക എന്താണെന്ന് എനിക്കറിയാം. And I can speak about that without feeling any pain right now because I have said it so many times. ഞാൻ എന്നെ തന്നെ വിക്ടിമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ഐ എക്സ്പീരിയൻസ് ദാറ്റ്, ആൻഡ് ദോസ് പീപ്പിൾ ഹു ഡിഡ് ദാറ്റ്, ദേ ആർ ദ ക്രിമിനൽസ്, ബട്ട് ഐ എം നോട്ട് എ വിക്ടിം ദർ. ഐ കെയിം ഔട്ട് ഓഫ് ദാറ്റ് ബിക്കോസ് ഐ ക്യാൻ ടോക്ക് അബൌട്ട് ഇറ്റ്. ആൻഡ് പലപ്പോഴും സ്ത്രീകൾ കാര്യങ്ങൾ തുറന്ന് പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ വെൻ ദേ ബിഹേവ് ദ വേ ദേ വോണ്ട് ടു ബി, പുരുഷന്മാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഉപയോഗിക്കുന്ന സ്ത്രീകൾ തന്നെ അവരുടെ ലൈംഗികതയാണ് ഒരു വെപ്പണായിട്ട് ഉപയോഗിക്കാറ് ടു ബ്രിങ് ദം ഡൗൺ. That is why rape, that is why molestation, അവൾക്ക് അത്രയും അഹങ്കാരം, domestic violence, domestic rape, all this happens in a way to bring you down. And for me it's like, you know, body is just a word. You can harass me, you can exploit me, you can do anything to me, but I'm going to come back and talk again. When I criticize your field, I shouldn't exclude mine also, because ഇപ്പോൾ ഏറ്റവും റീസെൻറ്റ് ഹാപ്പനിങ്സ് നടക്കുന്ന ഏറ്റവും കൂടുതൽ തുറന്നു പറച്ചിലുകൾ നടക്കുന്നത് മീഡിയയിലാണ്. മാധ്യമങ്ങൾ പപ്പരാസികളാകുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന സിനിമാ സെലിബ്രിറ്റികൾക്കാണ്. വേൾഡ് സെനാരിയോയിൽ തന്നെ മീഡിയ നീഡ്സ് ടു ബി സെൻസിറ്റൈസ്ഡ് എ ലോട്ട്. അതൊരു you know, me and Rima and several one of us, we have spoken about this. We are like, നമുക്ക് അടി കൂടണ്ട. We are not angry with the media. We are sad with the media. We are like, നിങ്ങളുടെ ബോസ് ആയാലും പലവരും പറയുന്നു TRP റേറ്റിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ പെർട്ടിക്കുലർ സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് പുട്ട് ദിസ് ഹെഡ്ലൈൻ എന്ന് പറയുമ്പോൾ ഇത്രയും ഡോമിനോ എഫക്റ്റിൽ നമ്മുടെ സമൂഹത്തിൻ്റെ പ്രോഗ്രസ്സിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നതെന്ന് ഐ ഡോണ്ട് തിങ്ക് പീപ്പിൾ റിയലൈസ് ദാറ്റ്. ഐ ഡോണ്ട് തിങ്ക് media realizes that. The power that you guys hold is so scary but can be so good. So ഇത്തരം മാറ്റങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യാനുള്ളത് are the minorities, because the minute you start changing, ഒരു ഫ്രേസ് മാറ്റിയാൽ മതി ഒരു ഹെഡ്ലൈൻ ഉണ്ട്, that people will start, you know, the word that is lost in all this is respect. ബഹുമാനം എന്തെന്ന് ഒന്നും കൂടെ ഒന്ന് റീവിസിറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം ആസ് എ ജേർണലിസ്റ്റ്. what you can try and do in your profession, what I can try and do in my profession. See, I may disagree with a lot of men in my profession, but I don't disrespect them. All I ask them to do is let me do my job, let me speak my mind, but I don't disrespect you. I love you guys. It's simple. It's a very simple sentence, but it takes a lot of courage. It takes a lot of effort to start forgiving. I had a lot of issues with media, the way they portray women, the way they portray themselves, you know. But running the risk of sounding like a Buddha or like a, you know, a high enlightened person. I'm tired of being angry. And now I just want to love my way. You just learn the tactics to deal with media. Yeah, I just have to tell the truth, and I don't want to hate. അതിൽ നിന്നും ഒരു മാറ്റം വരുന്നില്ല എന്നുള്ളത് ഐ എം ജസ്റ്റ് ലേണിംഗ് ബൈ ദ ഡേ.
ആൻഡ് ഇറ്റ്സ് എ ഹ്യൂജ് ബ്ലോ ഫോർ മീ. ഒരു നിർഭയ, ഒരു സൗമ്യ, ഒരു ഇന്ത്യാസ് ഡോട്ടർ എന്ന് പറഞ്ഞ ഡോക്യുമെൻ്ററി ഇവിടെ ഇറങ്ങാൻ പറ്റാത്തതെന്ന് പറയുന്നതിൽ തന്നെ ദ റേജ് ഐ ഹാവ് ഫെൽറ്റ് ഇൻ മൈ ബോഡി ഐ കനോട്ട് ടെൽ യു. ബട്ട് അത് കടന്നു പോയി, ആ തീ എൻ്റെ ദേഹത്ത് കൂടെ കടന്നു പോയി. ഇപ്പോൾ ഉള്ളത് ആളി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലെയിം മാത്രമാണ്. ഇറ്റ്സ് നോട്ട് ദിസ് ഓൾ ഡിസ്ട്രക്റ്റീവ് തിങ്. സോ ഐ വിഷ് for in journalism changes to be made, for you to think twice before you write a sentence about a woman or a man, to say that this is going to go down. ഒരു കുട്ടി, ഒരു 12, 13, 14 വയസ്സുള്ള കുട്ടി ഇത് വായിക്കുന്നുണ്ട്. അവർ പിന്നെ സ്കൂളിൽ ചെല്ലുമ്പം സഹപാഠികളോട് ഇങ്ങനെയായിരിക്കും പെരുമാറുക. We have a huge responsibility to the generation that's growing. So I hope that change will definitely be there. So miles and miles to go, Parvathy. Thanks Thank you a lot. so That much. was Pleasure talking to you.